ഗൈസ് ഞാൻ ഇങ്ങോട്ട് നിൽക്കാം. എല്ലാവരും വന്നിട്ട് നമുക്ക് പോകാം. ഓക്കെ, എല്ലാവരും വന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ആ ഒരു അഡ്വഞ്ചർ പ്ലേസിലോട്ട് പോകാം. അത് കയറാൻ പറ്റില്ലെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പോയി നോക്കാം. ആദ്യം എല്ലാവരും വരട്ടല്ലേ. ഓക്കെ, ഇവിടെ നിൽക്കാം. എടാ ഞാൻ ഇവിടെ നിൽപ്പുണ്ട്, നിങ്ങളെല്ലാവരും വരാൻ നോക്ക്. റുബക്സും കിച്ചും വന്നിട്ടുണ്ട്. ഷാസ് LC എടുക്ക്, ലാൻഡ് ക്രൂയിസർ അല്ലെങ്കിൽ ജീപ്പ് എടുക്കണം. തൽക്കാലം ഇത് എടുത്ത് വന്നു. കുഴപ്പമില്ലടാ, കുഴപ്പമില്ല. നമുക്ക് ഇത് വെച്ച് ട്രൈ നോക്കാം. ബ്രോ ഹൗ ഡിഡ് യു ടേക്ക് ദ ബസ്സസ്? നമുക്ക് സബ്സ്ക്രൈബർ തന്നെയാണ്ടാ. പവർ നോക്ക്. പവറാ ഇതൊക്കെ അവരൊക്കെ വേറെ കൊണ്ടുവന്നു. ഇതൊക്കെ എടാ എല്ലാവർക്കും എല്ലാവരും അതിനനുസരിച്ചുള്ള വണ്ടി തന്നെ കൊണ്ടുവന്നേക്കണം. കുഴപ്പമില്ല, നോക്കാം. എന്തായാലും വരാൻ നോക്കടാ. ഇവിടെ നമുക്ക് പോകേണ്ടതാണ്ട് ഇങ്ങോട്ടാണ്. എവിടെ എവിടെ സ്ഥലം ഉണ്ടല്ലോ. ഇതല്ല ഇതാണ് സ്ഥലം. ജീപ്പ് ചാറ്റ് വാസ് ഡിസ്കണക്റ്റഡ് ടു മീ. ഓടാ ജീപ്പ് ഗ്ലാഡിയേറ്റർ. ഓക്കേടാ ശാസ്ത്രി, നോക്കാം. എല്ലാവരും മറ്റേ പോവാം. ഗൈസ് എല്ലാവരും മറ്റേ നമുക്ക് പോവാം. ജീപ്പ് ഷാസ് ജീപ്പ് എന്ന് പറയണം. എടാ നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് നോക്കാം. തൽക്കാലം വെച്ച് നോക്കാം. 21 വ്യൂവേഴ്സ് ആയി. ഗൈസ് താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. താങ്ക് യു ഗൈസ്. ടോക്സിക് മല്ല് വന്നിട്ടുണ്ട്. റുബക്സ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ. റുബക്സ് ഒക്കെ കൊണ്ടുവന്ന വണ്ടി. ടോക്സിക് മല്ല് പോകാം. ഓക്കെ വാ. ഇങ്ങോട്ട് പോവാം. ഗൈസ് പോവാം. നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് പൈസയും കൂടെ എടുക്കട്ടെ. 10, 100, 1000, 14 ലക്ഷം. ഓക്കെ, 1.4 ലാക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഗൈസ്. എത്രത്തോളം നമുക്കത് കയറാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി വേൾഡ് എൻഡ് ഹിയർ അങ്ങനെയൊക്കെ കാണിക്കുന്ന വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്. നമ്മളൊന്ന് കയറാൻ നോക്കുകയാണ്. കയറാൻ പറ്റിയത് ഭയങ്കര വലിയ കാര്യമാണ്. നിങ്ങളുടെ അടുത്ത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. കയറാൻ പറ്റിയ കാര്യമാണത്. സീരിയസ്ലി അത് വേറെ ആരും കയറിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളൊന്ന് ഒരു ഐഡിയ കിട്ടി, അതാണ് ഞാൻ പോകാമെന്ന് മൈൻഡ് സെറ്റ് നിൽക്കുന്നത്. ഇപ്പം നമുക്ക് എന്തായാലും നോക്കാം. പലരും പല വണ്ടി എടുക്കാൻ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പെട്ടെന്ന് ഒരു വണ്ടി അത്യാവശ്യം കിട്ടിയതിൽ ഒരു കുഴപ്പമില്ലെന്ന് തോന്നി പറഞ്ഞാൽ എടുത്തുകൊണ്ടെങ്കിൽ വന്നേക്കണം. നമുക്ക് ഇത് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് വേറെ വണ്ടി എടുക്കാം. തൽക്കാലം ഇത് വെച്ച് നോക്കാം. ഓക്കെ ഗൈസ്, എന്തായാലും നമുക്ക് പെട്ടെന്നായിട്ട് പോവാം. പിന്നെ വെയിറ്റ് ചെയ്ത് നിർത്തേണ്ടെന്ന് വിചാരിച്ചാണ്. വെച്ചാൽ എന്തായാലും ഇവരെല്ലാം വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഞാൻ ഒന്ന് റൂം ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് കൂടുതൽ നേരം നിർത്തണം എന്ന് വിചാരിച്ചാണ് പെട്ടെന്നൊരു വണ്ടി എടുത്തുകൊണ്ട് വന്നത്. കയറോടാ ഇത് എന്തോ എനിക്ക് അറിഞ്ഞൂടാ കേട്ടാ. കയറിയിരുന്നേ വൈബായന. എടാ ചാറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. വണ്ടി അവിടെ എത്തിച്ചിട്ട് ഞാൻ നോക്കാം കേട്ടോ. ഓക്കെ ഗൈസ്, ചാറ്റ് എന്തൊക്കെ വരണമെന്ന് എനിക്ക് അറിയാം. പക്ഷെ അവിടെ എത്തിയിട്ട് നോക്കാം, അതാണ് നല്ലത്. എൻ്റെ ലാഗും കൂടെ വരുമ്പോൾ ഇനി എങ്ങനെ ആകുമോ എന്തോ. അതാണ് എനിക്ക് പേടി. ലാഗ് വരുമ്പോൾ ഇനി കയറാനൊക്കെ പറ്റുമോ എന്തോ. പോകാം. അവിടെ പോകാം. നമ്മൾ എത്താറേ. വണ്ടി തിരിച്ചങ്ങെടുക്കട്ടെ. അവൻ എന്തിനാ അവിടെ തിരിക്കാൻ പോയാ? മുത്തേ ഞാൻ മണ്ണി കയറോണ്ട് തിരിച്ചെടുത്തേണ്. നീ കൊണ്ട് വളച്ചു കൊടുത്താ എന്ത് മുത്തേ? നമ്മളെത്താറായടാ. ഇടിക്കണേല് പിന്നെ എപ്പോഴും ഒരു ഇതുണ്ട് മുത്ത. അതിനെ ഞാൻ പറയണ്ടല്ലോ. എടാ ഇതീ ചാടിക്കാറ് നോക്കിയാലാ മുത്തേ. ഡബിൾ യുവർ വാട്ട് മുത്തേ. സ്മൂത്ത് ലാൻഡിങ് മുത്തേ. അത് ഞാൻ ഡബിൾ അർഹിക്കണുണ്ടേ മുത്തേ. അതിന് ഞാൻ ഡബിൾ അർഹിക്കുന്നുണ്ടേ മുത്തേ. സീരിയസ്ലി മുത്തേ. റുബക്സ് ആണല്ലോ വന്നേക്കണ. ഡബിൾ അതിനെ. ഓക്കെ താങ്ക് യു ബ്രദർ. G-Wagon അല്ലേ കാറും. ഓക്കെ ഫോക്സേ, ഇനി എനിക്ക് ഒന്ന് കമൻറ്റ് ഇടാൻ പറ്റുള്ളൂ. പ്രിസം ആപ്പിൾ കയറി അമ്പാടി മോഡ് ഓഫ് ആക്ക്, അല്ലെങ്കിൽ എനിക്ക് റിപ്പോർട്ട് കിട്ടും. കമൻറ്റ് ഇടാൻ പറ്റില്ല. എടാ എന്താടാ ഫോക്സേ, ഇനി എനിക്ക് ആക്കെ ഒരു കമൻറ്റ് ഇടാനേ പറ്റുള്ളൂ. പ്രിസം ആപ്പിൾ കയറി അമ്പാടി മോഡ് ഓഫ് ആക്കാനേ. അമ്പാടി മോഡാ? അങ്ങനെ പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ഒരു കമൻറ്റിന് ഒരു റെസ്ട്രിക്ഷൻ സാധനമൊന്നും കൊടുത്തിട്ടില്ലല്ലോ. പിന്നെ എന്ത് പറയണം ബ്രോ? മോഡറേറ്റർ ആക്കും. മാർക്ക് നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ നോക്കാം. എടാ കറക്റ്റ് റൂട്ട് എനിക്ക് കണ്ടുപിടിക്കണോടാ. കറക്റ്റ് റൂട്ട് എവിടെയാണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ആദ്യം നോക്കട്ടെ കേട്ടാ. ഇവിടെ എങ്ങനെയാണ് കയറേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ.
നമ്മൾ ഇങ്ങോട്ട് എങ്ങനെ കയറും? കയറാൻ പറ്റുമോ? ഇത് എങ്ങനെ ഞാൻ കയറും? ആ അതേണ്ട ഇവിടെ കൂടെ കയറാം, ഇവിടെ കൂടെ. ഓക്കെ ഓക്കെ, സ്ഥലം കിട്ടി. വാ വാ വാ. ചാറ്റ അഡ്വഞ്ചർ പരിപാടി ചെയ്യാൻ നോക്കുവാണ്. എന്തായാലും അത്രയ്ക്ക് സക്സസ് ആവുമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം വെച്ചാൽ ചിലപ്പം ഇത് വേൾഡ് എൻഡ് ഇയർ എന്ന് പറഞ്ഞ് കാണിക്കും. അതുകൊണ്ട് നമുക്കത് പറയത്തില്ല എത്രത്തോളം ഇത് സക്സസ് ആവുമെന്ന്. നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ്. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്, എല്ലാവരും വാ. ഞാൻ ന്യൂ സബ് ആണെങ്കിൽ കമൻറ്റ് അടിക്കാൻ പറ്റില്ല, അതായിരിക്കും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സംഭവം ചെയ്ത് വെച്ചിട്ടില്ല ഇതിൻ്റെ അകത്ത് പ്രസമിലൊന്നും. എല്ലാവരും പോയാൽ സെറ്റാകും. എല്ലാവരും പോയാൽ സെറ്റാകും. വാ 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 വാ. മുത്തേ കയറാൻ നോക്കാം. വാ കയറാൻ നോക്കാം. ഇങ്ങോട്ട് വഴിയുണ്ട്. അതാണ്ട് ഇവിടെ കൂടെ എങ്ങനെയും കയറണം. ഓ ഇവിടെ എൻ്റെ മക്കൾ അവിടെ അടച്ചു വെച്ചേക്കണം. നമുക്കിവിടെ സ്പോട്ടില്ല കേട്ടാ. ഇങ്ങോട്ട് എങ്ങനെ വഴിയുണ്ട്? ആ അതേണ്ട. ആ ഇവിടെയും വഴിയില്ലേ മുത്ത? ഇതെന്ത് തൊലി. ആ ഇടിക്കലേ മുത്തേ. അവിടെ വഴി എനിക്ക് അറിയാൻ പറ്റണം ഗൈസ്. അങ്ങോട്ട് കയറാൻ വഴിയുണ്ടാ ഗൈസ്? അവിടെ അവന്മാർ ഇത് വെച്ച് അടച്ചു ചെയ്യണ്ടാ. അങ്ങോട്ട് കയറണം എങ്ങനെയാ? അതെങ്ങനെ കയറ്റും? അവിടെ കമ്പി വെച്ച് അടച്ചു വെച്ചേക്കണ്. ഞാൻ കമ്പി കണ്ടില്ലായിരുന്നു. എന്താ പറ്റില്ല, നെറ്റ് അടച്ച് അടച്ചു വെച്ചേക്കണം മുത്തേ. ഒന്ന് മൈൻഡ് ആക്കൂ. പറ. ഡ്രോൺ വെച്ച് നോക്ക്. എടാ വണ്ടി ഉരുട്ടിക്കൊണ്ട് പോവല്ലേ മുത്ത്? ഇതെന്തൊരു ഡ്രോൺ വെച്ച് നോക്കിയായിട്ട് ഇവിടെ കൂടെയാണ് ആ കയറണം. അതാണ്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ കാണുവാണേ അറിയാം. നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയാലും ഒന്ന് കയറണമെന്നുണ്ട് കേട്ടാ. ഈ മോളിൽ കയറി നമുക്ക് ഇങ്ങോട്ട് വെച്ച് പിടിക്കാം. പക്ഷേ ഇത് ഇങ്ങോട്ട് എങ്ങനെ കയറുമെന്ന് വെച്ചാൽ എനിക്കൊരു ഐഡിയ കിട്ടണില്ല. എടാ ഇതുവഴി കയറാൻ നോക്കിയാലാ? ഓ ഇവിടെ ഈ സാധനം എന്തിനാ ഇരിക്കുമല്ലേ? ഇപ്പോൾ അടച്ചാണ്ട് വെച്ചിരിക്കണം കേട്ടോ. ഇവിടെയും ഇവിടെ അടച്ചാണ്ട് വെച്ചിരിക്കണം കേട്ടോ. നമുക്ക് പറ്റൂല. ഇവിടെ കൂടെ കയറാനും പറ്റില്ല. അവർ മനപ്പൂർവ്വം അറിയാടാ. ഈ ഗെയിം ഡെവലപ്പ് ചെയ്തവന്മാർക്ക് ഈ അറിയാം നമ്മൾ ചിലപ്പോൾ ട്രൈ ചെയ്യും, അതുകൊണ്ട് വേണ്ട എന്ന രീതിയിലേ. ഈ മലയുടെ അങ്ങ് സൈഡിൽ പോയാൽ പറ്റൂ ബ്രോ? അതിൽ കയറാൻ പറ്റില്ല. എടാ പറ്റൂല എന്നാണ് എൻ്റെ വിശ്വാസം. ഫൈൻ. നമുക്ക് എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. നമ്മളൊന്ന് പരീക്ഷ നോക്കിയല്ലേ അവിടെ കയറാൻ പറ്റില്ല. നമ്മൾ നോക്കിയല്ലേ മുത്തേ. ഇവിടെ പറ്റൂല. ഇവിടെ ഏതാണ്ട് ഈ സാധനം വെച്ച് അടച്ചു ചെയ്യണണ്ട. പറ്റില്ല. ബിഗ് ഫാൻ. താങ്ക് യു ലെക്സ് ബ്രദർ. താങ്ക് യു ഫോർ. അതുകൊണ്ട് ഇവിടെ കല്ലാണ്. ഇവിടെ നമുക്ക് ഇടിച്ച് കയറത്തില്ല. ഒരു നിരപ്പില്ല, ഒരു ചെറിയൊരിതില്ല. അതാണ് ഇതിനെ കയറാൻ പറ്റില്ല. മോളിൽ കൂടെ പോയ വഴിയുണ്ടോ? മോളിൽ കൂടെ ഇല്ലല്ലോ. ഇവിടെ ഇല്ല. ഇവിടെ കൂടെയും കയറാൻ പറ്റൂല. ഇതെല്ലാം ഇവിടെ എല്ലാം ഭയങ്കര കാട്ട് കല്ല്. കയറാൻ പറ്റാത്ത രീതിയിലുള്ളൊരു കല്ല്, ലൊട്ട കല്ലുകൾ. അതാണ് പിന്നെ ഈ മലയുടെ ടോപ്പ് എവിടെയാണ്ടാ? ഡെസർട്ട് ടോപ്പ് എവിടെയാണ്? ഓക്കെ ഇടിക്കല്ലേ മുത്തേ. കുഴി പോയാ? ഇല്ല പോയില്ല. താങ്ക്സ്. റെഡ് ഫോക്സ് ബ്രോ പറഞ്ഞോ. എത്ര പേര് പറഞ്ഞല്ലേ? നൈസ് മുത്ത. ഇത് വഴി ഉണ്ടായിരുന്നു ഞങ്ങൾ കയറാൻ. ഇല്ല ഇവിടെ കൂടെ ചാടത്തില്ല. ഇവിടെ കൂടെ ചാടി നമ്മൾ കുഴി പോവും. ഇവിടെ നിന്ന് ജമ്പ്
നോക്കാത്ത എന്താ? എടാ ഇവിടെ നമ്മൾ ജമ്പ് ചെയ്ത വണ്ടി നമ്മളിവിടെ കുഴി പോടാ. മനസ്സിലായില്ലേ? ഇവിടെ കുഴിയാണ് ഉണ്ടാകുക. ഇവിടെ എത്ര ഗ്യാപ്പിൽ നമുക്ക് പറ്റൂല. ഈ ഡെസർട്ടിൻ്റെ ടോപ്പ് പ്ലേസ് എവിടെയാണ്? ഈ മല, ഈ ഡെസർട്ടിൻ്റെ ഒരു മറ്റേ മൗണ്ടൈനിലാണെങ്കിൽ മൗണ്ടൈൻ ഉണ്ടല്ലോ, മറ്റേ ഒരു മല ടോപ്പായിട്ട്. അതേപോലെ ഇവിടെ ഡെസർട്ടിൽ ടോപ്പ് പ്ലേസ് ഏതെങ്കിലും ഉണ്ടോ? അങ്ങനെ അവിടെ കൂടെ പോയി നോക്കായിരുന്നു. അതായിരുന്നു എൻ്റെ ഒരു ഇത്. നോക്കാം, ഒരു സ്ഥലം എനിക്ക് കറക്റ്റ് കിട്ടണില്ല, ഇല്ലെങ്കിൽ നമുക്ക് നോക്കായിരുന്നു. 15 റൂമുണ്ട്. ഓക്കെ ഗൈസ്, ഓക്കെ 20 ലൈവ് ആണുണ്ടാ. പാർക്കിലോട്ട് മുകളിൽ കയറ് എന്നിട്ട് നോക്ക്. ഇവിടെ നിന്ന് പാർക്കിലോട്ട് മുകളിൽ കയറാനാ? എടാ എനിക്ക് കറക്റ്റ് വഴിയൊന്നും അറിഞ്ഞുവിട്രാ ഇവിടെ, അതാണ് പ്രശ്നം. നിങ്ങളാരെങ്കിലും വന്ന് സഹായിച്ചാലേ പറ്റൂ മുത്തേ. എനിക്ക് ഇതിൽ കയറാൻ പറ്റൂ? ഓക്കെ. എടാ കുഴി പോയി ചാടാൻ വന്നല്ല, ഇതി ഒന്ന് കയറാൻ നോക്കിയാണ്. കണ്ട, ഒയ്യോ ആരെങ്കിലും ഇപ്പം എന്നെ കണ്ട് താഴോട്ട് ചാടിയാന്ന്. ബ്രോ ഞാൻ സർവൈവൽ കയറട്ടെ? മാപ്പ് നോക്കാം. അതന്നെ മാപ്പ് നോക്കാം. അതാരാ വന്നത്? എന്തായാലും ഇവിടെയെങ്കിലും വന്നല്ല, അതിലൊരു സന്തോഷമുണ്ട് മുത്തേ. എടാ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം കണ്ട. പക്ഷെ ഇങ്ങോട്ട് വണ്ടി കയറത്തില്ല. വണ്ടി കയറണമെങ്കിൽ ഈ ഡെസർട്ടിൻ്റെ ടോപ്പ് കണ്ട. ഇവിടെ ഏതാ ഒരു സ്ഥലം ഉണ്ടായിരിക്കും കണ്ട. ഇവിടെ അങ്ങോട്ട് എങ്ങനെ വണ്ടി കൊണ്ട് കയറുമെന്നാണ് എൻ്റെ സംശയം. ഇവിടെ എൻ്റെ ഇതിൻ്റെ നോക്കേ. എടാ ഇവിടെ വഴിയുണ്ട്, വേണ്ട കണ്ട. അതായത് എവിടെ കറക്റ്റ് സ്ഥലം നോക്കണേ. നമ്മളീ ചാടിച്ചില്ലേടാ, അതിൻ്റെ വേണ്ട കറക്റ്റ് ഇങ്ങോട്ട് തിരിച്ച് ചാടിക്കണം. ഇവിടെ അതുവഴി കണ്ട. അതുകൊണ്ട് ഈ വഴി കൂടെ നമുക്ക് കയറ്റി ഇങ്ങോട്ട് വന്നിട്ട് കണ്ട. അവിടെ റോഡുണ്ട്, പക്ഷെ അവിടെ ഇത്തിരി തട്ടി നിൽക്കുവാണ്. അത് നമുക്ക് നോക്കിയാലാ? സ്ഥലം കിട്ടി. ചാടിക്കണം, തിരിച്ച് ചാടിപ്പിന്നാണ് സീൻ. 12 M CPM 12 M CPM 2 നിന്നാ തിരിച്ച് ചാടിക്കണം. അതിലാണ് സീൻ. തിരിച്ച് ചാടിക്കണം. ഉയ്യോ എന്നാലും നമ്മളെത്തി. കാരണം നമ്മൾ തിരിച്ച് ചാടിക്കാൻ നോക്കി കുഴി പോയി. എന്നാലും നമ്മളെത്തി. അതെന്തിനു സംഭവിച്ചാ? അത് കണ്ട വണ്ടിയും കറങ്ങിയടാ. എടാ ഇവിടെ കയറ്റാൻ പറ്റില്ല, വണ്ടി കുടുങ്ങണം. എന്തിലൊട്ട ഗൈസ്, വണ്ടി മാറ്റിയാൻ ട്രെയിൻ. എനിക്ക് നടന്നെങ്കിലും കയറാൻ പറ്റും നോക്കട്ട്. കാറ് വേണ്ട, നടന്നു വാടാ കൈസേ. കാറിൽ കയറൂല, നടന്നു വാ. എല്ലാവരും നടന്നു വാ. അത്രേ ഉള്ളറാ മുത്തേ. നമ്മളെ കൊണ്ട് കയറാൻ പറ്റൂലേ മുത്തേ? നമ്മൾ കയറും മുത്തേ. അത്രേ ഉള്ളൂ. ഓക്കെ വാ. നടന്ന് കയറുന്ന കാര്യം ഞാൻ മുന്നേ ആലോചിച്ചാണ്. പക്ഷേ കാറ് കൊണ്ട് കയറണ വേറെ വൈബല്ലേ മുത്തേ. ഇതിപ്പോൾ എങ്ങനെ ഉണ്ടാ? റെഡ് ഫോക്സ് കയറിയാ അല്ല ചുമ്മാ കാറും എടുത്ത് പറഞ്ഞല്ല നമ്മൾ. മനസ്സിലായില്ല? നമ്മൾ കയറും. എടാ ഇവിടെ നിങ്ങൾ വന്നിട്ടുണ്ടാടാ. റെഡ് ഫോക്സ് ആണ് നിങ്ങളെ കൊണ്ടുവന്നിട്ടുള്ള മുത്തേ. W or വാട്ട് മുത്തേ? W or what? എടാ ഇതിനൊരു W ഒക്കെ ഇതിനൊരു ലൈക്കെങ്കിലും നിങ്ങൾ അടിക്കണടാ. ഇത്രയും ഞാൻ കഷ്ടപ്പെട്ടിവിടെ കൊണ്ടുവന്നിട്ട് എല്ലാവരും. മനസ്സിലായില്ലേ? ഇത്രയും പേര് ഇവിടെ കൊണ്ടുവന്ന് ഞാനാണ്. അപ്പോൾ അതിന് എനിക്കൊരു ലൈക്ക്, ഒരു സബ്ബെങ്കിലും ഞാൻ പ്രതീക്ഷിക്കണം മുത്തേ. ബ്രോ എന്നെ ഫ്രണ്ട് ആക്കുക. എടാ നീ ഗെയിമിൽ വാ മുത്തേ. എടാ ഷാസ്, അർജുൻ, നിങ്ങൾ എല്ലാവരും വാ. അയ്യോ ബാക്കിയുള്ളവരൊക്കെ വഴി കണ്ടാന്തോ മുത്തേ. നമ്മളങ്ങനെ മാറിപ്പോയി. ഡെസർട്ട് ടോപ്പിൽ വന്നിട്ടുണ്ട്. ബൈക്ക് എടുക്കുന്ന എടാ ഈ ഗെയിം എവിടെടാ മുത്തേ ബൈക്ക് ഇരിക്കണ?
എടാ ഇവിടെ എനിക്ക് ഒന്നുകൂടെ വരണം കേട്ടോ. ഇവിടെ ഇപ്പോൾ വന്നാൽ എന്തായാലും ഡബിൾ തന്നെ. എടാ ഇത്രേ ഉള്ള മുത്തേ, നെവർ ഗീവ് അപ്പ് മുത്തേ, നെവർ ഗീവ് അപ്പ്. മനസ്സിലായില്ലേ മുത്തേ? അന്ന് ഹെൽപ്പ് സൈൻ കണ്ടുപിടിക്കാൻ പോയപ്പോൾ നമ്മൾ എത്ര 1.5 മണിക്കൂർ കഷ്ടപ്പെട്ട്. ഇപ്പോൾ കണ്ട നമ്മൾ ഇവിടെ കയറുമെന്നൊന്ന് ആഗ്രഹിച്ചതാണ്. ഇത് അത്ര ഇതാക്കി നിന്നതല്ല, പക്ഷേ ഇവിടെ കയറുമെന്ന് ആഗ്രഹിച്ചിട്ട് അവസാനം കയറിയത് കണ്ടാ മുത്തേ. എടാ ഇവിടെ ഒന്നും എനിക്ക് തോന്നല്ല വേറെ. എടാ ഇവിടെ ആദ്യമായിട്ട് പറഞ്ഞ യൂട്യൂബർ ഞാനായിരിക്കും മുത്തേ. വേറെ യൂട്യൂബർ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നല്ല, എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് മുത്തേ. ഞാൻ കയറിയിട്ടുണ്ട് മുത്തേ, നിങ്ങളെയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്, തെളിവുണ്ട് മുത്തേ ഞാൻ കയറി എന്നുള്ളതിന്. ഞാൻ വരാം, അവിടെ നിൽക്കും, നീ വാ മുത്തേ. സ്ഥലം എങ്ങനെയുണ്ട് മുത്തേ? സ്ഥലം എങ്ങനെയുണ്ട്? അയ്യോ എടാ എങ്ങനെ ഉണ്ടടാ? എങ്ങനെ ഉണ്ട് ഇത്? ഇതെങ്ങനെ ഉണ്ട്? ഈ സ്ഥലം എങ്ങനെ ഉണ്ട്? എടാ ഞാൻ ഇപ്പോഴാണ് സത്യം പറഞ്ഞ ഒരു മനസ്സുകൊണ്ട് ആനന്ദിക്കണം. ഉള്ള കാര്യം പറയാൻ ഇവിടെ വരിക്ക് വരാൻ പറ്റിയതിൽ, മനസ്സിലായില്ലേ? ഹൈ ന്യൂസ് അപ്പ്, താങ്ക് യു മുത്തേ. എടാ നമ്മൾ ഒരു ഹാക്കും ഒരു ലൊട്ടയും ചെയ്യേണ്ടി വന്നില്ല. കാറ് പറപ്പിച്ചില്ല, ഹാക്ക് ചെയ്യണ പരിപാടി ഒന്നുമല്ല നമ്മൾ ചെയ്തത്. നമ്മൾ ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് നമ്മൾ ഐക്യു പ്രവർത്തിപ്പിച്ച് മുത്തേ. ഞാൻ മനസ്സിലായി, ഞാൻ എൻ്റെ ഐക്യു ബുദ്ധി ഉപയോഗിച്ച് മുത്തേ. മുത്തേ അങ്ങോട്ട് നിൽക്കാം. എങ്ങനെയുണ്ട് സ്ഥലം? ഞാൻ കൊണ്ടുവന്നതാണ്. ബ്രോൻ്റെ റൂമാണോ? അവിടെ എൻ്റെ റൂമാണ്ട്രാ. ചാറ്റ് വാസ് ഡിസ്കണക്റ്റഡ് ടു അമ്പാടി ലൈവ്. യു ഓപ്പൺ പ്രിസം ആപ്പ് ഓഫ് ആൻഡ് ഓഫ് മോഡ് അമ്പാടി ലൈവ് ടു പ്രിസം. എടാ അത് എനിക്ക് അറിഞ്ഞൂടാ, മനസ്സിലായില്ല അമ്പാടി. ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, സംഭവം കത്തണില്ല. എടാ നമ്മളെ കൂടെ ഇപ്പോഴും കൂടെ പറഞ്ഞ കട്ട നമ്പന്മാർ ഹസനുണ്ട്. റുബക്സൊക്കെ എവിടെ? എന്തോ റുബക്സ് കാണാൻ പോയില്ല. റൂമിലൊക്കെ 13 പേരുണ്ട്, പക്ഷേ അവർക്ക് വഴി തെറ്റിയാന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ടിയർ അപ്പ് വിച്ച് ഗെയിം? കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ 1. നമ്മൾ ഇവിടെ നിന്ന് കാണാൻ പോവണ്ടാ ഗൈസ്. ഇവിടെ നിന്ന് നമ്മൾ കാണാൻ ആഗ്രഹിച്ച എല്ലാം നമ്മൾ ഇവിടെ നിന്ന് തന്നെ കാണാൻ പോവുകയാണ്, മനസ്സിലായില്ലേ? താഴോട്ട് നോക്കിയാൽ മതി. നമുക്ക് കണ്ട താഴോട്ട് നോക്ക് ഗൈസ്. മുത്തേ എങ്ങനെ ഉണ്ടടാ? എങ്ങനെ ഉണ്ടടാ മുത്തേ? എങ്ങനെ ഉണ്ട് മുത്തേ? നമ്മൾ കുഴി കിടന്നിട്ടിപ്പോൾ ഇവിടെ രണ്ട് ഇവിടെ വന്നിട്ടുണ്ടാ മുത്തേ. ഡബിൾ യുവർ വാട്ട് മുത്തേ. എടാ ഇതിനൊക്കെ ഒരു ഡബിൾ. നിങ്ങൾ ഇത്രയും പേരെ ഇവിടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അത് എനിക്കൊരു ഡബിൾ ഞാൻ അറിയിക്കുന്നുണ്ടാ. സീരിയസ്ലി ഗൈസ്, എനിക്ക് ഉറപ്പാണ്ടാ ഇവിടെ എന്തായാലും വലുതായിട്ട് എനിക്ക് തോന്നുന്നില്ല വലിയ യൂട്യൂബേഴ്സ് CPM ഉള്ളവന്മാർ പോലും ഇവിടെ ഒന്നും കണ്ടുപിടിച്ച് കാണൂല. അങ്ങനെ ഉണ്ടെങ്കിൽ ഭയങ്കര കാര്യമാണ്, പക്ഷേ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ കണ്ടുപിടിക്കണം, എനിക്ക് അറിഞ്ഞൂടാ. ഇല്ലെങ്കിൽ ഞാൻ അമ്മ വീഡിയോ കണ്ട് കയറൂലായിരുന്നു അങ്ങോട്ട്, മനസ്സിലായില്ലേ? ബ്രോ എനിക്ക് കളിക്കണമെന്നുണ്ട്, ഞാൻ എങ്ങനെയും കളിക്കും. എന്തോന്ന് മുത്തേ? എന്തായാലും നോക്കാം. 2 യൂട്യൂബറാണ് ഞാൻ. 2 യൂട്യൂബറാണ് ഞാൻ. എടാ എല്ലാവരും വാ. എന്ത് സന്തോഷമായി നമുക്ക് എനിക്ക് ഇവിടെ കയറാൻ പറ്റിയതിൽ. ഭയങ്കര സന്തോഷം. മനസ്സിനൊരിതുണ്ടല്ലോ മുത്തേ, മനസ്സിനൊരു സന്തോഷം ഉണ്ടല്ലോ മുത്തേ, അത് മനസ്സിലായില്ലേ? എടാ ഈ സ്ട്രീം W ആണേ മുത്തേ, ഒറ്റയ്ക്കടാ മുത്തേ. നിങ്ങൾ സഹായിച്ചു, നിങ്ങൾ എൻ്റെ കൂടെ നിന്ന്. ഞാൻ അങ്ങോട്ട് വണ്ടി ഓടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയപ്പോഴും നിങ്ങൾ വന്ന് എൻ്റെ കൂടെ, മനസ്സിലായില്ലേ? നിങ്ങളും കൂടെ ഉണ്ടായിരുന്നുണ്ടാണ് ഞാൻ ഇത് കണ്ടുപിടിച്ച് ഈ സ്ഥലത്ത് കയറാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചത്, മനസ്സിലായില്ലേ? സന്തോഷം ഉണ്ടാ മുത്തേ, സീരിയസ്ലി. കണ്ട ഇവിടെയൊക്കെ എനിക്ക് തോന്നില്ല ആരെങ്കിലും മനസ്സിലാവും. നമുക്ക് എന്തോരം പോകാം. കണ്ട അവിടെ അത്രയും ഓടി അടക്കാം ഫുള്ള്. എൻ്റെ പൊന്ന് മുത്തേ റിപ്പോർട്ട് കിട്ടി. 20 മിനിറ്റാണ് അത് കഴിഞ്ഞ്. ഹാവു ബ്രോ പ്രിസം ആപ്പിൽ കയറുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും, അത് അക്സെപ്റ്റ് കൊടുക്കുക, അത്രയേ ഉള്ളൂ.
എടാ ഞാൻ നോക്കാം കേട്ടോ, ഞാൻ പ്രത്യേകിച്ച് നിനക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും തന്നിട്ടൊന്നുമില്ല, നമ്മൾ ആർക്കും അങ്ങനെ കൊടുക്കാറൊന്നുമില്ല കേട്ടോ. അതെന്തോ സംഭവിച്ചാണ്. അടിപൊളി എടാ. പിന്നെ ആരും കുഴിയിലൊന്നും ചാടല്ലേ, കുഴി ചാടി പിന്നെ കയറാനൊക്കെ പാടാണ്, കാര്യം പറയാല്ല. ആണെച്ചാൽ നമ്മൾ പിന്നെ വണ്ടിയിൽ ചെന്ന് ഞെക്കി നമ്മൾ ഏറ്റവും താഴെ പോകും, അതുകൊണ്ട് റിസ്ക് ആണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കുഴിയിലൊന്നും ചാടല്. ഇവിടെ അത്രയും നോക്കി നിന്നോണം. CPM എലവേറ്റർ. ഹായ് മുത്തേ. എടാ ഇത് ലൈക്ക് അടിയടാ മുത്തേ, ഇതിന് ഞാൻ ലൈക്ക് അർഹിക്കണുണ്ടാ. ലൈക്ക് അടിയടാ പോയിട്ടില്ല, ലൈക്ക് അടി സബ് ചെയ്ത്. ഈ സ്ഥലമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാ മുത്തേ, സത്യസന്ധമായിട്ട് പറയാം മുത്തേ. നിങ്ങൾ ഈ സ്ഥലം ഇത്രയും നാൾ കളിച്ചിട്ട് നിങ്ങൾ ഈ സ്ഥലം കണ്ടിട്ടുണ്ടോ? ഈ സ്ഥലത്ത് കയറാൻ പറ്റുമെന്ന് ഒന്ന് ഇതാക്കിയിട്ടുണ്ടാ, വിചാരിച്ചിട്ടെങ്കിലും ഉണ്ടോ? ഇല്ലല്ല, എനിക്ക് തോന്നുന്നില്ല. 90% പേർക്ക് എന്തായാലും അങ്ങനെ വിചാരിച്ച പോലും കാണും. പക്ഷെ ഞാൻ വിചാരിച്ചു, ഞാൻ കയറാൻ ആഗ്രഹിച്ച് കയറി മുത്തേ. നിങ്ങളെ കൂടെ കൊണ്ടുവന്നു മുത്തേ. ഓഹ് എന്ത് സന്തോഷം ഉണ്ടെന്നാ മുത്തേ. മനസ്സിലൊരു ഇത് മുത്തേ, മനസ്സിലൊരു സന്തോഷത്തിൻ്റെ ഇത്. ഓഹ് എടാ എല്ലാവരും കയറി വാ. റുബക്സൊക്കെ എവിടെ മുത്തേ? അവനൊക്കെ റുബക്സെ മുത്തേ കയറി വരാൻ നോക്കും. ഞാൻ എടാ നിനക്ക് കയറണം എങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ എത്തി ലൈവ് കുറച്ച് പിന്നോട്ടാക്കിയത്. നമ്മൾ കയറണ തുടക്കം തൊട്ടുള്ള ഉണ്ടല്ലേ. W മച്ചു, KLS തന്നെ, താങ്ക് യു മച്ചു. എടാ നമ്മൾ എന്ത് സന്തോഷമാടാ. ഡാ ബാക്കിലുണ്ട്, ബാക്കിലുണ്ടെന്നാ, ഇങ്ങോട്ട് വാ. അയ്യോ അവരൊക്കെ ചിലപ്പോൾ അങ്ങാടിയോട് സംസാരിക്കുമായിരിക്കും. റൂം ഫുള്ളായോ? 15 പേരെ ഉണ്ട്, 15 പേരേ ഉള്ളൂ, ഇനി 5 പേർക്ക് വരാം. അമ്പാടി ലൈവ് ഇടാ, അമ്പാടി ലൈവ്. നിനക്ക് എന്തൊരു ചാറ്റിൽ എന്തൊക്കെ പ്രിസമിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ കേട്ടാൽ സമ്മനി കറക്റ്റ് കത്തിയില്ല കേട്ടോ. ഞാൻ പ്രത്യേകിച്ചൊന്നും തന്നിട്ടില്ല. W ബ്രോ സീൻ, താങ്ക് യു ബ്രദർ. എടാ നിങ്ങൾ നോക്കുമെങ്കിൽ വേറെ യൂട്യൂബേഴ്സിൻ്റെ അടുത്തൊക്കെ പോയിട്ട് അവർ ലൈവ് ഇടുമ്പോൾ അല്ല വീഡിയോ താഴെ പറഞ്ഞു നോക്കി കേട്ടോ, ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന്. അവരും കയറട്ടെ, അവർക്കത് കണ്ടൻറ്റ് കിട്ടട്ടെ, മനസ്സിലായില്ലേ? ഞാൻ കാരണം അവർക്കൊരു കണ്ടൻറ്റ് കിട്ടട്ടെ മുത്തേ, അത്രയേ ഉള്ളൂ. അതെനിക്ക് അഭിമാനമല്ലേ മുത്തേ? ഇപ്പം തന്നെ രോമാഞ്ചം അടിക്കണ് മുത്തേ. അവരിങ്ങോട്ട് പറഞ്ഞേക്ക്, അവർക്ക് പുതിയ സ്ഥലം കണ്ടുപിടിക്കാൻ പറഞ്ഞ് അവർ നല്ല വോയിസ് കൊടുത്ത് ചെയ്തോളും. അവർക്ക് ഞാൻ കാരണം അങ്ങനെ ഒരു കണ്ടൻറ്റ് കിട്ടട്ടെ മുത്തേ. നിങ്ങൾ പോയി പറ, റെഡ് ഫോക്സ് എന്ന് പറഞ്ഞൊരു യൂട്യൂബർ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിച്ച് കയറി, മനസ്സിലായില്ലേ? നിങ്ങൾ പോയി പറഞ്ഞേക്കേട്ടാ. അഭിമാന നിമിഷം മുത്തേ, അഭിമാന നിമിഷോടാ. ബ്രോ എന്നെ കൂട്ടോ കളിക്കാൻ പ്ലീസ്. നിങ്ങൾ കയറി വാ, നിങ്ങൾ കയറണമെന്ന് ഞാൻ പറഞ്ഞ മുത്തേ. ഇതാര് മുത്തേ വണ്ടി കയറ്റിയത്? ഷാസുവിനാണാ ബ്രദർ? W കേട്ടാ മുത്തേ, W ഏട്ടാ. വണ്ടി കയറ്റിയല്ലേ W. ഓ മച്ചാ നൈസ് കേട്ടോടാ, നൈസ്. എടാ ഇതിൻ്റെ മുകളിലും കൂടി ഞാൻ നോക്കട്ടെ, ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് കയറാൻ പറ്റിയിരുന്നേ. അല്ല നമ്മൾ ഇത്രയും എത്തി, ഏറ്റവും ഒരു ടോപ്പാണ്, മനസ്സിലായില്ലേ? ഇതിൻ്റെ പാലത്തിൽ കയറാൻ ഓപ്ഷൻ ഇല്ല. ഫോളോ മീ ബ്രോ, ടോക്സിക് മല്ലു. നീ എവിടെ? ഇതാണ്ട ഫോളോ മീ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഫോളോ ചെയ്യുവാണ് മുത്തേട്ടോ. ഓ ബ്രദേഴ്സ്, W ടോക്സിക് മല്ലു അല്ലേ ഓടണ? റിപ്പോർട്ട് കിട്ടി. എടാ അമ്പാടി, ഞാൻ നിന്നെ ഒന്നും ചെയ്തില്ല. റിപ്പോർട്ട് കിട്ടാൻ നമ്മളെന്ത് ചെയ്യാൻ മുത്തേ? ഞാൻ ഇവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കണം, ഞാൻ അങ്ങനെ ആർക്ക് റിപ്പോർട്ടൊന്നും അടിച്ചു കൊടുത്തിട്ടില്ല ഇതുവരെ. എനിക്ക് അറിഞ്ഞൂടാ നിൻ്റെ കാര്യം, നിനക്ക് എന്ത് കിട്ടിയെന്ന് വെച്ചാൽ. സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ, ഞാനായിട്ടൊന്നും ആക്കിയിട്ടില്ല. അതെനിക്ക് 100% ഉറപ്പാണ്ട്രാ. ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാമല്ലേ. ഇതാരും ജാം ഫിറ്റാ? എടാ അവൻ ഷാസ് വണ്ടി വരും. ബ്രോ ഫ്ലാഗുള്ള എന്തേലും ഒരു മോഡിഫൈഡ് വണ്ടി തരൂ. നമ്മളിവിടെ ഭയങ്കര ഒരു കാര്യം അച്ചീവ് ചെയ്തിട്ട് നിൽക്കുമ്പോൾ മുത്തേ, അതാണ് ഇപ്പം അത്യാവശ്യം. ഞാൻ 2 ഫോട്ടോ എടുക്കട്ടെ. മാരത്തോണൊക്കെ കംപ്ലീറ്റ് ആയി. എൻ്റെ പേരിൽ റിപ്പോർട്ടാണ്. എടാ നിനക്ക് എന്ത് റിപ്പോർട്ട് ഇടുന്നത് വെച്ചാൽ എനിക്ക് 100% അറിഞ്ഞൂടാ മുത്തേ. ഞാൻ നിനക്ക് ഒരു റിപ്പോർട്ടും തന്നിട്ടില്ല, സത്യസന്ധമായിട്ട് പറയല. അറിഞ്ഞൂടാ നിനക്ക് എന്ത് കിട്ടിയാ എന്തോ. നോക്കിടാ എന്നാ നൈറ്റ് ലൈവ് വരും. ഉണ്ട്. ഡ്രോൺ വെച്ച് മുകളിൽ വാ. ഡ്രോണ് പറഞ്ഞ പോലെ ഇതിൻ്റെ മുകളിൽ എവിടെയാണ് ഡ്രോണ്? ഇതിൻ്റെ മുകളിലൊക്കെ ഇനി ഡ്രോണൊക്കെ വയ്ക്കാൻ പറ്റുമോ നമുക്ക്?
ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ. എടാ ഇതിലൊന്ന് കയറാൻ പറ്റുവാടാ ചാറ്റേ? ഈ പാലത്തിൽ ഒന്ന് കയറാൻ അത് അവിടെ നിന്ന് ഓപ്ഷൻ കാണിക്കല്ല. വണ്ടി ഉണ്ടാ എടാ വണ്ടി ഷാസെ വണ്ടി കയറ്റിയാണ് വണ്ടി കയറ്റിയാണ് ഷാസിൻ്റെ വണ്ടി ഉണ്ടല്ലോ ഷാസെ വണ്ടി കയറ്റ്. നമുക്കിത് പറപ്പിക്കാം അങ്ങോട്ട് ചാടാം. ഷാസെ എടാ എന്ത് എടാ നിങ്ങളൊരു വണ്ടി എടുത്തോണ്ട് എൻ്റെ അടുത്ത് പെട്ടെന്ന് വന്നാണ്. നമുക്ക് ഇവിടെ നിന്ന് വണ്ടിയെ പറപ്പിച്ച് ഇങ്ങോട്ട് കയറ്റാം, പാലത്തിലോട്ട് കയറ്റാം. വണ്ടി കയറ്റാൻ ഇങ്ങോട്ട് കയറ്റാൻ പറ്റൂ? ഓ ഇത് കയറ്റാൻ പാടായിരിക്കും അല്ലേ വണ്ടി ഇങ്ങോട്ട്? ഇത്തിരി ഇടിച്ച് കയറുന്ന പ്രതലമാണ്. നമുക്ക് ഇങ്ങോട്ട് കയറ്റാൻ പറ്റുമോ? നമുക്ക് ഇല്ലേ പറപ്പിക്കായിരുന്നു. ഇല്ല അങ്ങോട്ട് കയറി നമുക്ക് പറപ്പിക്കാമല്ല. ഓ അതിത്തി ദൂരെയാണ്, ഇത്തിരി ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. അതെണ്ടാ ഇവിടെ കയറ്റാൻ പറ്റില്ല, പക്ഷേ ഇവിടെയാണെങ്കിൽ നമുക്ക് വണ്ടി കയറ്റാമായിരുന്നു. വേണ്ട ആ സ്ഥലം കണ്ടാ, പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് പറ്റൂല. ആരെങ്കിലും വണ്ടി എൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നോക്കിയാണ്ടാ. ഇവിടെ കയറ്റാൻ പറ്റും നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടി? എൻ്റെ പൊന്നോ കുഴിയിലോട്ട് ചാടി കളഞ്ഞു മുത്തേ. ഫോക്സേ ഞാൻ പറഞ്ഞ ആൾക്ക് മുകളിൽ സിമൻറ്റ് നോക്ക്. എടാ സിമൻറ്റ് ഞാൻ കണ്ടാ, സിമൻറ്റ് ഇതാണ്ടാ. ഇത് സിമൻറ്റാ? അണ്ണ മലയാളി ഗെയിമർ പറ. എനിക്ക് ഇവിടെ നിന്നൊരു വണ്ടി കിട്ടുമായിരുന്നേ ഇതിലോട്ട് പറപ്പിച്ചും കയറ്റായിരുന്നല്ലേ. എനിക്കൊരു വണ്ടി ഇപ്പോൾ കിട്ടുമായിരുന്നേ എനിക്ക് ഇവിടെ നിന്ന് വണ്ടി പറപ്പിച്ച് അങ്ങോട്ട് കയറ്റായിരുന്നു. അഭിമാന നിമിഷം തന്നെ കേട്ടാ. പക്ഷേ ഇങ്ങോട്ടൊന്ന് കയറേ. BMR നേട് വാണ്ട് സെല്ലേ കാർ 45. ഓ മിണ്ടായി മുത്ത്, ഇതിനിടയിൽ നിനക്ക് നേരെ നോക്കുന്ന റുബക്സ് എവിടെ? ചാടി നോക്കടാ, ചാടിയിട്ടും പറ്റാനില്ല. റെഡ് ഫോക്സ് ബ്രോ ഇന്നലെ റൊണാൾഡോ ബ്രോയുടെ ലൈവിൽ വന്നിട്ട് ഉണ്ടായിരുന്നു. ഇല്ലടാ വന്നായിരുന്നു. റൊണാൾഡോ എൻ്റെ ഫ്രണ്ടാണ്ട്രാ, മനസ്സിലായില്ലേ? അപ്പോൾ അവൻ്റെ ലൈവ് ഞാൻ വന്നതാണ്. അതാണ് മുത്തേതാണ്, അതാണ് നമ്മുടെ നൻപനായതുകൊണ്ട് എനിക്ക് വരാൻ തോന്നിയത്. ലിഫ്റ്റ് ബോസ് ഷാസുവിൻ വൈറ്റി വാ എന്ന്. ഇതിൻ്റെ മുകളിൽ എങ്ങനെയും ഒന്ന് കയറാൻ നോക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇതിൻ്റെ മുകളിൽ ഒന്നും കയറാൻ പറ്റാനില്ല. എത്ര ശ്രമിച്ചിട്ടും ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റാനില്ല. അതാണ് കണ്ട അടിയിൽ പാലത്തിൻ്റെ അടിയെ കണ്ടടാ മുത്തേ, കൊള്ളാം അല്ലി. 15 പേര് ലൈവ് ഉണ്ട് ഗായ്സ്. നിങ്ങൾ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ സഹായമായിരുന്നു. ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റിയിരുന്നേ കൊള്ളായിരുന്നു. മേലെ നോക്ക്. എടാ ഇതിൻ്റെ മേലെ എങ്ങാട്ട് നോക്കായി? ആകാശമല്ലാതെ ഇതിൻ്റെ മേലെ എന്തോ ഇന്ന് നൈറ്റിട്ട് ചന്ദ്രനയനം കാണാൻ പറ്റൂ, നക്ഷത്രം കാണാനുണ്ടോ? എല്ലാം വേറൊന്നും ഇല്ല. ഓ ഇവിടെ നിന്ന് നോക്കുമ്പോൾ വൈബ് തന്നെ കേട്ടാ, സീരിയസ്ലി വൈബ് തന്നെ. ഞാൻ വരുന്നെന്നായിരിക്കും. ഓക്കെ ഡബ്ല്യു ബ്രോ ഓക്കെടാ. CPM എലവേറ്റർ താങ്ക് യു ബ്രദർ. ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ച അമ്പാടിക്ക് എന്തെങ്കിലും റിപ്പോർട്ട് കിട്ടിയെന്നൊക്കെ പറയണം, എന്തോ എനിക്ക് അറിഞ്ഞൂടാ. ഡ്രോൺ വച്ച് നോക്ക് ബ്രോ. എടാ ഡ്രോൺ വെച്ച് നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറണമെങ്കിൽ ഒരു കാറ് വേണമെന്ന് തോന്നുന്നു. ഒരു കാറാ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇവിടെ വരുന്ന സുഖമായിട്ട് പറപ്പിച്ച് ഇങ്ങോട്ട് ചാടിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെയാണെങ്കിൽ ദൂരമാണ്. ഇതാര്? ഓ ഇവിടെ. എടാ ഓരോരുത്തർ ചാടി സീനാക്കണ മുത്തേ. നിങ്ങൾ ഇതിൻ്റെ മുകളിലായിരുന്നല്ലേ? അതാണ് ഞാൻ അങ്ങോട്ട് കയറട്ട്. എടാ ഇവിടെ ആയിരുന്നല്ലേ? എടാ ഇതായിരുന്നല്ലേ സ്ഥലം? ഓ ഡ്രോൺ വെച്ച് നോക്കുന്ന പറഞ്ഞ് ഇങ്ങോട്ടായിരുന്നല്ലേ? നൈസ്. ഓക്കെ ഞാൻ വന്ന് ഞാൻ അപ്പുറത്ത് പോയി. ഈ തറ നിൽക്കാൻ പറ്റണില്ല. ശരി എന്തിനാ അതിനിടെ കാണിക്കണേ?
റെഡ് ഫോക്സ് ഒരു ഫോട്ടോ എടുത്തോ. ഞാൻ അപ്പുറം സൈഡ് പോയി നടാ. വണ്ടി മുത്തേ, വണ്ടി ഒന്ന് ഇങ്ങോട്ട് എങ്ങനെയാലും എനിക്ക് എൻ്റെ മോളി. എടാ നമുക്ക് ആ പാലത്തിൽ കയറാൻ പറ്റുമോ നോക്കിയാണ്ടാ. ഒന്നും പറയാനില്ല സീൻ. താങ്ക് യു മുത്തേ, അത്രേ ഉള്ളൂ, അത് മതിയടാ. ഹായ് ബോസേ. നീ എവിടെ വിച്ച് കാറ്? ഞാൻ ഇവിടെ ഉണ്ട്. ഓ എടാ നമ്മൾ ആദ്യമായിട്ട് മൗണ്ടൈൻ്റെ മുകളിൽ, അത് സോറി മാറിപ്പോയി, ആദ്യമായിട്ട് ഡെസർട്ട് ടോപ്പിൽ കയറി ബാക്ക് ഫ്ലിപ്പ് അടിച്ച നമ്മളാണേ. റെഡ് ഫോക്സിൻ്റെ സബ്സ്ക്രൈബേഴ്സും ആണേ. അത് കഴിഞ്ഞിട്ട് ഇനി ഉള്ള ഏവനും ഇത്രയേ ഉള്ളൂ മുത്തേ. ഈവനിങ് ലൈവ് ഉണ്ടോ? ഹായ് ബോസ്, സെൽ യുവർ കാർ ഫോർ 5 million. എടാ ഉമ്മാർ ഇവിടെ നിന്ന് എങ്ങനെയും ചാടി, വണ്ടി ഭയങ്കര സ്പീഡിൽ കൊണ്ടുവന്ന് ഇതാക്കിയിരുന്നേ അപ്പുറത്ത് ചാടിക്കായിരുന്നു. പക്ഷെ എനിക്ക് പറ്റണില്ല അങ്ങോട്ട് പോയാൽ. അല്ല കുഴപ്പമില്ല, ഇത്രയും ടോപ്പിൽ വന്ന് അത് ഡബിളിയാണേ. പരുന്തുവാസ് ബ്രോ, എനിക്ക് 10 million ക്യാഷ് തന്നു. BMW M3 ഞാൻ അത് വെച്ച് കുറേ വണ്ടി വാങ്ങി. ഓക്കേടാ, ഓക്കെ. ബാക്ക് 2 million ഉണ്ട് ബാക്കി. ബ്രോ പ്ലീസ് ഫ്രണ്ട് ആക്കൂ. റിക്വസ്റ്റ് ഇട്ടോ, ഞാൻ അക്സെപ്റ്റ് ആക്കാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ എന്തോരം കാഴ്ചകൾ കാണുന്നു മുത്തേ, എന്തോരം മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണുന്നു. അമ്പാടി എടാ നോക്ക്, പറഞ്ഞോടാ നോക്കെന്നാ. ഫ്രണ്ട് ആക്കൂ ബ്രോ, ID സെർവർ. എടാ ചാറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഫോട്ടോ. മുത്തേ അവൻ്റെ കൂടെ തന്നെ ഫോട്ടോ എടുക്കട്ടെ മുത്തേ. എടാ ഹൈഡ് UI ൻ്റെ തൊലി ആയി. ഓക്കെ ഡൺ. ഓടാ ഇവിടെ എങ്ങനെയും ഒരു വണ്ടി, നേരത്തെ ഷാസ് വണ്ടി കയറ്റിയാണ്. എൻ്റെ വണ്ടി ഇവിടെ കയറ്റാൻ പറ്റിയിട്ട് ഞാൻ ചെയ്തേനെ. പിൻ ചെയ്തില്ല ബ്രോ, കാണുന്നില്ല. എടാ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാ, ഒന്നും കാണാനില്ല. എങ്കിൽ എടാ ഡിസ്ക്രിപ്ഷൻ നോക്ക്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ നോക്ക്, പിൻ ചെയ്ത് കാണാൻ പറ്റില്ല. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് IDയും സെർവറും എല്ലാം. നോക്കിയാൽ മതി. ചാർജില്ല ബ്രോ, ബൈ. ഓ RIP മുത്തേ. അവടുത്ത് ചാടി കൊടുത്തടാ മുത്തേ. ഇവിടെ നിന്ന് ചാടിയാൽ പിന്നെ പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നല്ലേ മുത്തേ, തീരും. നെക്സ്റ്റ് സ്പോട്ട് എടാ ഇവിടെ ഒന്ന് ചാടി കയറാൻ പറ്റിയിരുന്നെങ്കിൽ ആരെങ്കിലും. എടാ ഇവിടെ നേരത്തെ ഒരുത്തൻ വണ്ടി കൊണ്ടുവന്നായിരുന്നു, ഷാസ് വണ്ടി കൊണ്ടുവന്നായിരുന്നു. പക്ഷേ ഇവിടെ നിൽക്കാം. മുത്തേ നമ്മൾ കഴിഞ്ഞ് ഇനി ആരായാലും, ഇനി CPM എത്ര വലിയ ആളായാലും മുത്തേ, ഇവിടെ നമ്മളാണ് വന്നത്. അതിൻ്റെ അഭിമാനം വേറെ ഉണ്ടോ മുത്തേ. ഇവിടെ വന്നതിൽ ഫോട്ടോ ഇപ്പോൾ കുഴി പോയനെ. 2 PM 2 PM പിൻ ചെയ്ത് തരുന്നില്ല. പിന്നെ വരാൻ കാണാനില്ലേ. ഇങ്ങോട്ടും കൂടെ അങ്ങനെ ഒന്ന് കയറാൻ പറ്റുന്ന വൈബായിരുന്നേനെ. പക്ഷെ അത് പറ്റൂല, കണ്ട കുഴി പോയി ഞാൻ. ഇത് ഗെയിമിലെയാണ് പോയി നോക്കട്ടെ. SJ പൂജ അത് തന്നെ ഇന്ത്യ അത് തന്നെ. താങ്ക് യു ലിനക്സ്, നീ പറഞ്ഞു കൊടുത്തേന്. ഞാൻ വരാ വണ്ടിയായി. എടാ ഇത് കണ്ട, നമ്മൾ കയറുന്തോറും ഇതിങ്ങനെ ആവണം. നമുക്ക് ഇതിൻ്റെ ഈ ഒരു പാലത്തിൽ, ഈ പാലം നമുക്ക് ഇതാക്കാൻ കയറരുതെന്നും ട്രൈ ക്രിയേറ്റേഴ്സിന്. അതുകൊണ്ടാണ് ഇങ്ങനെ വച്ചേക്കണം. പക്ഷെ കയറാൻ പറ്റണേൻ്റെ ഏറ്റവും ടോപ്പിൽ നമ്മൾ കയറുമെന്ന് പറഞ്ഞാൽ കയറി. ടോക്സിക് മല്ലു വാസ് ഡിസ്കണക്റ്റഡ്. ഈ പാലത്തിൽ കയറിയ സീനാണെന്ന് നമ്മൾക്ക് അറിയാം. കാരണം ഈ പാലത്തിൽ കയറിയാൽ പിന്നെ നമ്മൾ വണ്ടിയും കൊണ്ട് കയറിയാൽ പിന്നെ അതാണ് സീനാണെന്ന് അറിയാം. നെക്സ്റ്റ് സ്പോട്ടെന്ന് പറഞ്ഞിട്ട് കുഴിയിലോട്ടങ്ങ് പോയി.
കയറിയടാ മുത്തേ അവസാനം. ഉഫ്, അഭിമാന നിമിഷം തന്നെ കേട്ടാ. മുത്ത ഇതാര് അറബി വേഷത്തിൽ? ഞാൻ വരാൻ വണ്ടിയായിട്ട്. അമ്പാടി എന്തൊക്കെ ടൈപ്പ് ചെയ്യണം എനിക്ക് മനസ്സിലാവണല്ലോ. എടാ 36 ലൈക്ക്, ഒരു 4 ലൈക്ക് കൂടെ ഉണ്ട്, 40 ലൈക്ക് എത്താം മുത്തേ. മലയാളി വൈറ്റി ഹായ് 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 ഹായ്. ഓക്കെ, അങ്ങോട്ട് പോവാം, അങ്ങോട്ട് ഒന്നാണ്. എടാ നെക്സ്റ്റ് സ്പോട്ട് നമ്മൾ പോവാം കേട്ടാ. നമുക്ക് ഇവിടെ ഫുള്ളൊന്ന് നോക്കിയിട്ട് പോയാൽ പോരാടാ. ഇവിടെ നമ്മളെപ്പോഴും അങ്ങനെ പറഞ്ഞതല്ല. ഇവിടെ കയറാനും കുറച്ച് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതാക്കിയാൽ പോയാൽ പോരെയെന്ന്. ലിനാക്സ് ഗ്ലിച്ചായെന്നാടാ. ഗ്ലിച്ചായില്ലേ. ഓക്കെ ഗ്ലിച്ച് ഉണ്ടാ, നമുക്കും ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഗ്ലിച്ച് നല്ല സീനാണ്. ഗ്ലിച്ചും ബഗൊക്കെ കൂടുതലാണ്. ഇപ്പോഴും നമ്മളെ കൂടെ ആരുണ്ട്? ഗുണാക്കേ വന്നാ അതെന്തോന്ന് മുത്തേ. അപ്പർ സൈഡ് പോവാം. ഞാൻ പോകുന്നില്ല, ഞാൻ പോവാൻ മൈൻഡ് ആക്കുന്നില്ല. എടാ അമ്പാടി, നീ ഇണ്ണ ചരങ്ങ വായിച്ചായിരുന്നല്ല മഞ്ഞുവൽ ബോയ്സ്. ഓക്കെ മഞ്ഞുവൽ ബോയ്സ് മുത്തേ. അതാ ഷെയ്ക്ക് മുത്തേ, ഷെയ്ക്കാണ് കേട്ടാ. ഇതിൻ്റെ മുന്നേ നോക്കാം. എടാ 4 ലൈക്ക് കൂടെ മതി. എല്ലാവരും ലൈക്ക് അടിച്ചാൽ ഒന്ന് 36 ലൈക്ക് തന്നെ ഇപ്പോഴും നിൽക്കണം. 6 ലൈക്ക് അടിക്കണ്ടടാ, പറഞ്ഞിട്ട് പോലും മുത്തേ. ഞാൻ ഗുണാക്കേവല്ല കൊടക്കനാലാ. ഇതാ കൊടക്കനാല്, നല്ല കൊടക്കനാല്. ബ്രോ മേലെ വരാൻ. വരണം മുത്തേ. ദിനാക്സെക്സെ അമ്പാടി തെറി വിളിക്കലെന്നാ. ഓക്കെ എടാ ഇത് കണ്ടാ. നമ്മൾ അങ്ങ് കുഴിയിൽ ഇതേണ്ട ഒരു 10-15 മിനിറ്റ് നമ്മളങ്ങനെ കുഴിയിൽ നിന്നായിരുന്നു. അവിടെ വണ്ടിയും കൊണ്ട് കയറാൻ പറ്റുള്ളൂ മനോവിഷമത്തിൽ. ഇപ്പം കണ്ടാ നമ്മൾ എവിടെ നിൽക്കണമെന്ന് മുത്തേ. ഇത്രേ ഉള്ളു, മനസ്സിലായില്ലേ കാര്യങ്ങൾ. നമ്മൾ വിചാരിക്കണ പോലെ തന്നെ നമുക്ക് കയറാൻ പറ്റുള്ളൂ ആര് പറഞ്ഞു മുത്തേ. നമ്മൾ കയറി കാണിച്ചു കൊടുത്തു മുത്തേ. റൂമിൽ എങ്ങനെ കയറും? ഡബ്ല്യു ഓർ വാട്ടടാ. ഇത് എൻ്റെ CPM സ്ട്രീമിൻ്റെ ഇടയിൽ ഏറ്റവും വലിയൊരു ഡബ്ല്യു ആണ് കേട്ടോ. വൈബ് സാധനം സീനായിട്ടുണ്ട് മുത്തേ. ഇത് സീൻ മുത്തേ ഞാനാണേ കൊണ്ടുവന്നത്. അതിനൊരു അഭിമാനം ഉണ്ടാ. എടാ നിങ്ങൾ എന്നെ ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അതിനെല്ലാം പകരമായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടേ നിങ്ങളാ ഏറ്റവും ടോപ്പ് പ്ലേസിൽ. സന്തോഷമായില്ല മുത്തേ? സന്തോഷമായിട്ടുണ്ടല്ലോ നിങ്ങൾക്ക്? ഇത്രയേ ഉള്ളു മുത്തേ, ഇതൊക്കെ ഇത്രയേ ഉള്ളു. നമ്മളൊരിടത്തോട്ട് സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചാൽ കൊണ്ടുപോയിരിക്കും. അത് സീനായിരിക്കും. മരുന്ന് വിചാരിക്കാത്ത ഇടമായിരിക്കും. മനസ്സിലായില്ലേ? ടോപ്പ് എന്നൊക്കെ പറയൂലേ, അത് തന്നെ. ടോപ്പ് പ്ലേസിലായിരിക്കും നമ്മൾ കൊണ്ടുപോകണം. എപ്പോൾ ലൈവ് എൻ്റെ ശാസുവിൻ ഗുണാക്കേവിൽ വീണെന്നാ. ആ കുഴി എന്ത്? എടാ ഇവിടെ വണ്ടി കൊണ്ട് ആരെങ്കിലും വരാൻ പറ്റുമെങ്കിൽ വാട്ടോ. നമുക്ക് ഇവിടെ നിന്ന് വണ്ടി കൊണ്ട് ചാടാം. എനിക്ക് അതാണ് പറയാനുള്ളത്. നിങ്ങൾ ആരെങ്കിലും വണ്ടി കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ വാ. ഇത്ര എനിക്ക് പറയാനുള്ളൂ മുത്തേ.
നമുക്ക് ഇതുവഴി അങ്ങ് പോയി ഇറങ്ങിയാലാ? നമ്മളെ കൊണ്ട് കയറാൻ പറ്റാത്ത സ്ഥലത്തൂടെ നമുക്ക് പോയി അങ്ങ് ഇറങ്ങാം. നമ്മൾ കയറി കാണിച്ചു കൊടുത്തില്ല. ഇനി ഇതുവഴി അങ്ങ് പോയി അങ്ങ് ഇറങ്ങി കൊടുത്താലാ? അത് ഡബ്ല്യു ആയിരിക്കില്ലേ മുത്തേ? അത് ഡബ്ല്യു ആയിരിക്കും. ഇവിടെ അങ്ങ് ഇറങ്ങാം. രക്ഷിക്കണേ എന്നാ മുത്തേ. അവിടെ എനിക്ക് ഷാസുവിന് അവിടെ കുടുങ്ങിപ്പോയി. ഷാസു നേരത്തെ വണ്ടി കൊണ്ടുവന്നതാണ്. പിന്നെ വന്നിരുന്ന മത്തി കൂടെ സെറ്റാക്കായിരുന്നു ഇങ്ങോട്ടൊക്കെ. നമുക്ക് കയറാൻ പറ്റാത്ത വഴി കൂടെ തന്നെ നമുക്കങ്ങ് ഇറങ്ങിപ്പോവാം. നമ്മൾ കയറി കാണിച്ചല്ലേ. ലൈവ് എൻ്റെ ആക്കട മുത്തേ. കുറച്ച് കഴിയും. ബ്രോ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സീൻ റീക്രിയേറ്റ് ചെയ്യാൻ ഉള്ള പ്ലാനാണോ? ഓടാ നമ്മളൊക്കെ ഡോം ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് തന്നെ മുത്തേ. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ചുമ്മാ തമാശയ്ക്ക് ചോദിച്ചല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ഇങ്ങനത്തെ സ്ഥലത്ത് കയറി യൂട്യൂബർ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? എൻ്റെ അറിവ് ഇങ്ങനെ ഇവിടെയൊന്നും ആരും കയറിയിട്ടില്ല. ഇതൊക്കെ എനിക്ക് ഭയങ്കര പുതിയൊരു അനുഭവമാണ് ഇവിടെയൊക്കെ വരാൻ പറ്റിയത്. എനിക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും. സത്യം പറയാല്ലേ, ഈവനിങ് ഡേ ഇട്ടോട്ട്. എന്ത് വൈബെന്നാണ് മുത്തേ. വൈബ് ഐറ്റം മുത്തേ. ഉള്ള കാര്യം പറയാല്ലേ, ചുമ്മാ നമ്മൾ വായിട്ട് അലക്കണമല്ലോ. ഇതൊക്കെ വൈബ് സ്ഥലമായതുകൊണ്ടാണ്. ഡാം ഓർമ്മ മുത്തേ, നമ്മൾ നേരത്തെ പോയത് ഡാമിൻ്റെ അവിടെ നിന്ന്. ഡാമിൻ്റെ അല്ല അവിടെ നമ്മളെല്ലാവരും വണ്ടിയും കൊണ്ട് നിന്നതാണ് കുറച്ച് മുന്നേ. അപ്പോഴാണ് തീരുമാനിച്ചത് ഇങ്ങോട്ടൊക്കെ വരണമെന്ന്. തീരുമാനം അങ്ങ് മാറ്റാൻ പറ്റുമോ? നമ്മൾ വന്നില്ലേ മുത്തേ. ഒരു ബിൽഡിങ്ങിൽ നിന്ന് വേറൊരു ബിൽഡിങ്ങിലേക്ക് ചാടുന്ന സീനായിരിക്കും. പക്ഷെ അത് കാറില്ല, ഇല്ലെങ്കിൽ ചാടിയാനെ ഉറപ്പായിട്ടും. കാറുണ്ടായിരുന്നു ഇവിടെ ഞാൻ പറപ്പിച്ചേനെ. കാർ ആരെങ്കിലും കൊണ്ടുവന്നിരുന്ന ഇവിടെ നമ്മൾ അപ്പം പറപ്പിച്ചേനെ. റെട്ടോക്സ് ബാക്കിൽ നോക്ക്. ബാക്കിൽ ഇത് കണ്ടോ? ഇത് മറ്റേ ഇലക്ട്രിസിറ്റിയുടെ സാധനമല്ലേ മുത്തേ? കാറ് കൊണ്ട് ഷാസിന് പറ്റും. ഷാസ് നേരത്തെ വന്നതാണ്, ഞാൻ രക്ഷപ്പെട്ടു. ഷാസ് ഓക്കെ. ഷാസ് നേരത്തെ അങ്ങ് തൊട്ട് എങ്ങനെ കാറ് കൊണ്ടുവന്നതാണ്. ഇവിടെ ഒന്ന് കാറ് കൊണ്ടുവരാൻ പറ്റിയിരുന്നെങ്കിൽ വരാം. ഓക്കെ എങ്ങനെയും കൊണ്ടുപോവാ. ഗുണാക്കേവ് കാണണോ എന്നാ? ഗുണാക്കേവ് എവിടെ? മുത്ത, എൻ്റെ മനസ്സിൽ വേറൊരിത് കേട്ടാ. എൻ്റെ മനസ്സിൽ വേറൊരിതേ. വേണ്ട, അവിടെ അങ്ങോട്ട് പോകാൻ പറ്റിയാലാ? എടാ, നമുക്ക് ഡാമിൽ കയറാൻ പറ്റൂലല്ല. നമുക്ക് ഡാമിൽ വണ്ടി കൊണ്ട് കയറത്തില്ലല്ല. റൂമിൽ എത്ര പേരുണ്ട്? റൂമിൽ 11 പേരുണ്ട് മുത്തേ. ഉറപ്പെടുന്നേ. ഓടിച്ചാടി പോവാൻ മുത്തേ. എടാ അങ്ങോട്ടല്ലേ, മുന്നോട്ട് വയ്ക്കൂ. ലൈവ് 3 വരെ കാണുന്നുണ്ടോ? ഓക്കെ 39 ലൈക്കായി. ഒരു ലൈക്ക് കൂടെ ഉണ്ടെങ്കിൽ 40 ലൈക്കിലോട്ട് നമ്മളെത്തും. നോക്കാം. നമുക്ക് ഈ ഡാമിൻ്റെ മുകളിൽ കയറാൻ പറ്റും. അവിടെ ഇത് കണ്ട, ഞാൻ വെച്ച് കയറാൻ പറ്റൂല. എന്നാലും കുഴപ്പമില്ല. ഇവിടെ നിന്നൊരു വ്യൂ നോക്കാം മുത്തേ. ഈ വ്യൂ എങ്ങനെയുണ്ട് മുത്തേ? ഡബ്ല്യു ഓർ വാട്ട് മുത്തേ? കണ്ടന്റ് ആയല്ലേ. എടാ, ഇതിപ്പോൾ കണ്ടന്റ് ഇട്ടില്ലേ, പിന്നെ അതിനേക്കാളും വലിയ വിഷമിപ്പിക്കുന്ന കാര്യം ഉണ്ടാകും. ഇത് കണ്ടന്റിന് വേണ്ടി ചെയ്തതല്ല, പക്ഷേ ഇത് കണ്ടന്റ് ഇടാനുള്ള സാധനം ഉണ്ട് മുത്തേ. അതനുസരിച്ച് സാധനം ഉണ്ട്. ഇത് അത്രയ്ക്ക് വർത്തിയാണിത്, മനസ്സിലായില്ലേ? എടാ, നാളെ ഏവനെങ്കിലും ഈ മലയുടെ മുകളിൽ ഒന്ന് കയറണം.
അതിനൊരു ടിപ്പ് വേണം, ഒരു വഴി വേണമെന്ന് ആഗ്രഹിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ അവർ റെഡ് ഫോക്സിൻ്റെ വീഡിയോ ഒന്ന് കാണേണ്ടി വരും മുത്തേ. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും മുത്തേ അങ്ങനെ ഒരു വന്നാൽ. ഞാൻ കണ്ടില്ലടാ, ഞാൻ ഇപ്പോൾ ജസ്റ്റ് മറ്റേ ഫോണിൽ നോക്കിയുള്ളൂ. ഏതെങ്കിലും യൂട്യൂബർ ഇങ്ങനെ കയറിയാന്ന് ഒരുത്തനെ ഞാൻ കണ്ടില്ല മുത്തേ. കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവൻ്റെ വീഡിയോ കണ്ട് കയറിയാനെ മുത്തേ. ഇത് എന്ത് ഡബിളി മൊമെൻ്റ് ആണെന്നാണ് എനിക്ക്. ഉറപ്പിടുന്നേ വൈറലായി. താഴെ ഇറങ്ങിയാലോ കേസ് നോക്കിയാ. റെൻഡർ ഡിസ്റ്റൻസ് ഇൻക്രീസ് ബ്രോ. എടാ മാക്സ് ആണ്ട്രാ, നമ്മൾ അത്രയും ടോപ്പിൽ നിൽക്കുന്നുണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. മാക്സ് ആണ്. ഇവിടെ താഴെക്കൂടെ ഒരു വണ്ടി പോണ ഉണ്ടാമത്തേ, താഴെക്കൂടെ ഒരു വണ്ടി പോണ ഉണ്ടാമത്തേ. അതൊക്കെ ആര്? കീറ്റി തരണോന്നാ? ഡിഡ് യു ഹിയർ ദാറ്റ് സൗണ്ട്? ഇല്ല. ഇല്ല മുത്ത, ഇല്ല ഇല്ല. ഇപ്പോ ഇല്ലടാ, എന്തൊരു സൗണ്ട് കേട്ടാന്നില്ല, ഞാൻ കേട്ടില്ല. ഉറുമ്പ് പോകുന്ന പോലെ ഉണ്ട് ആ വണ്ടി. നമ്മൾ അത്രയും ടോപ്പിലൊക്കെ നിൽക്കുമ്പോഴേ വണ്ടി എല്ലാം ചെറുതായി കാണണേണ് മുത്തേ. ബോസ് വിച്ച് ലാംഗ്വേജ് എന്നാ? പുഷപ്പ് അടിച്ചാലാ മുത്ത? എത്തി മാറണമെങ്കിൽ പുഷപ്പ് അടിക്കണുണ്ട് കേട്ടാ. ഞാൻ വാ താഴെയാണെന്ന് മുത്തേ. നമ്മളിങ്ങ് ടോപ്പിൽ കയറി പുഷപ്പ് വരെ അടിച്ചിട്ടുണ്ടേ മുത്തേ. എടാ അത് നമുക്കുള്ള സ്വന്തമായിട്ടുള്ള റെക്കോർഡാണേ. ഈ ഡെസർട്ടിൽ മലമുകളിൽ കയറി പുഷപ്പ് അടിച്ച റെക്കോർഡും യൂട്യൂബേഴ്സിൻ്റെ ഇടയ്ക്ക് റെഡ് ഫോക്സിനാണ് ഇപ്പോൾ കിട്ടിയത്. റെഡ് ഫോക്സിൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ. ഇനി ഒരുത്തം വന്ന അവ സെക്കൻഡ് ആയിരിക്കും കേട്ടാ. രണ്ടാമത് ചെയ്തവനെന്ന് അറിയപ്പെടുവേ. ആദ്യം ചെയ്ത റെക്കോർഡ് റെഡ് ഫോക്സിൻ്റെ കൈ ഇപ്പോൾ ഇരിപ്പുണ്ടേ മുത്തേ. മനസ്സിലായില്ലേ? എടാ എൻ്റെ പൊന്നോ ബ്രദർ, അഭിമാനിച്ച് എനിക്ക് വയ്യ. ഒരു ഡാൻസും കളിക്കട്ടെ. എടാ ഇതൊക്കെ ആരെങ്കിലും ഒലഹാസിൻ്റെ ടീം കാണണം കേട്ടോ. അവന്മാരെ അന്തം വിട്ടു. ഉള്ള കാര്യം പറയാലേ. അവനും താഴെ പോയി, ഞാൻ താഴെ പോണു മുത്തേ. നമ്മളങ്ങനെ താഴെ എത്തിയിട്ടുണ്ട് മുത്തേ. ഉയ്യോ ബഗ്. ബഗ്ഗടിച്ച് ബഗ്ഗടിച്ചു വല്ലോ. ഞാൻ ഇതിൻ്റെ അകത്തായിപ്പോയി. എടാ എൻ്റെ കാറിൽ തൊട്ടാ ബഗ്ഗായി. നമ്മളങ്ങനെ എൻ്റെ കാറിൻ്റെ അവിടെ ഞാൻ വന്നിട്ടുണ്ടാ മുത്തേ. നമ്മളെവിടെ കിടന്നേണ്ടാ? നമ്മൾ എത്ര ദൂരം സഞ്ചരിച്ചടാ? നമ്മൾ എത്ര ദൂരം സഞ്ചരിച്ച് എവിടെ കിടന്ന്? നമ്മൾ അവിടെ കൂടെ പോയി എവിടെ വരെയൊക്കെ പോയടാ മുത്തേ. പ്രൗഡ് മൊമെൻ്റ് മുത്തേ. എൻ്റെ CPM കരിയറിൽ പ്രൗഡ് മൊമെൻ്റടാ. അങ്ങോട്ട് പോ. പുറപ്പെടുന്നേ. ഞാൻ എത്തിയിട്ടുണ്ടാ മുത്തേ നിങ്ങളടുത്തോട്ട്. നമ്മൾ നേരത്തെ അയ്യോ എഞ്ചിൻ ഡാമേജ് ആയി. കുഴപ്പമില്ല. അത്രയും വീണോണ്ടാണ്. അത് കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കാം. ഇവിടെ നിന്നപ്പോഴല്ലേടാ മുത്തേ ഇവിടെ നിന്നപ്പോൾ നമ്മളടുത്ത് ആരാ ചാറ്റി പറഞ്ഞാൽ ഇതിൻ്റെ മോളിൽ കയറാൻ പറ്റില്ല ബ്രോ എന്ന്. ഇവിടെ നിന്നപ്പോൾ നമ്മളടുത്ത് ആരാ ചാറ്റി പറഞ്ഞാൽ ഇവിടെ കയറാൻ പറ്റില്ല ബ്രോ എന്ന്. കയറിയടാ മുത്തേ, മനസ്സിലായില്ലേ?
കയറി, നമ്മൾ കയറി, റെഡ് ഫോക്സ് കയറി, റെഡ് ഫോക്സിൻ്റെ സബ്സ്ക്രൈബേഴ്സും കയറി, മനസ്സിലായ? കയറിയിട്ടുണ്ട്. നമ്മൾ കയറി മറുപടി അങ്ങ് കൊടുത്ത് മുത്തേ, കയറി മറുപടി അങ്ങ് കൊടുത്ത്.